അത് മുരളിയോട് തന്നെ ചോദിക്കേണ്ടതാണ്. മുരളി എന്താ പ്രതികരിക്കാമെന്ന് ആർക്കും അറിയാം. കോൺഗ്രസിന്റെ സുധാകരനെ പറ്റി പ്രതികരിക്കുന്നത് മനസ്സിലാകുന്നില്ലേ? സുധാകരന് വേണ്ടി പ്രതികരിക്കുന്നത് മനസ്സിലാകുന്നില്ല. രണ്ടും നമ്മൾ കാണുന്നുണ്ടല്ലോ, തമ്മിലടിയാണ്. ആ തമ്മിലടിയെ ഏതെങ്കിലും രീതിയിൽ മാറ്റി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പ്രയോഗങ്ങളാണ് ഇതൊക്കെ. അത്രയേ കാണുള്ളൂ. അതിന്റെ അപ്പുറമൊന്നുള്ള ഒരു ഗൗരവവും ഞങ്ങളതിന് കാണുന്നില്ല. തമ്മിലടി അതെ ഈ പറഞ്ഞ ഞാൻ ഈ മുഴുവൻ വിശദീകരിക്കപ്പെട്ട ആരോ പറഞ്ഞ പോലെ രാമായണം മുഴുവൻ വായിച്ചതിന് ശേഷവും പിന്നെ രാമനും സീതയും തമ്മിലുള്ള ബന്ധം ചോദിച്ച പോലല്ലേ ഇത്. ഞാനീ പറഞ്ഞ മലയാളത്തിലെ ഇത്രയും പറഞ്ഞത് ഞാൻ നിങ്ങൾ ഈ ചോദ്യമെല്ലാം ചോദിക്കുന്നു കണ്ടുകൊണ്ട് തന്നെയാണ് ഞാനിത് തയ്യാറാക്കിയത്. അതിന്റെ ഭാഗമായിട്ടാണ് നാൾ വഴി ഈ കാര്യങ്ങൾ മുഴുവൻ നിങ്ങളോട് പറഞ്ഞത്. ആരാണ് ഇതിന്റെ പിതൃത്വം എന്ന് മനസ്സിലായില്ലേ? അല്ലെ, ആക്ഷേപത്തിന് മറുപടി പറയേണ്ട കാര്യമില്ലാന്ന്. എന്ത് ആക്ഷേപം? തോന്നിയാസം പറയുന്നതിന് ആരെങ്കിലും ആക്ഷേപമായി എന്ന് പറയുമോ? ഇതിന്റെ തന്ത ആരാണ് എന്നുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് വ്യക്തമായില്ലേ? പിന്നെ അതിന് ഞാൻ വേറെ മറുപടി പറയേണ്ട ഒരു കാര്യമുണ്ടോ? തോന്നിയാസാണ് പറയുന്നത്. അല്ല, ബി ജെ പിയുടെ സാധാരണ രീതിയിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ പരിപാടിയിൽ എങ്ങനെയാണ്? അസംബ്ലിയിൽ പ്രാതിനിധ്യമുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളും ജനപ്രതിനിധികളും ചേരുന്നതാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ഔദ്യോഗിക പരിപാടിയുടെ ലിസ്റ്റ്. ഇത് പ്രധാനമന്ത്രിയുടെ പരിപാടിയുടെ ഭാഗമായിട്ട് അവർ കൊടുത്ത ലിസ്റ്റിൽ ഇവിടെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ പേര് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അവരുടെ പ്രോട്ടോകോൾ അനുസരിച്ചാണ് ഇവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ വന്നത്. അപ്പോൾ ഇവിടെ രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ പരിശോധിച്ചാൽ അസംബ്ലിയിൽ പ്രാതിനിധ്യം ഇല്ലാത്ത പാർട്ടിയാണ് ബി ജെ പി. അപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന ഗവൺമെന്റിന്റെ പരിപാടിയുടെ ഭാഗമായിട്ട് ക്ഷണിക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ ക്ഷണിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രതിനിധികളെ സ്വാഭാവികമായിട്ടും ക്ഷണിക്കണം. അത് ക്ഷണിച്ചിട്ടുമില്ല. അപ്പോൾ പരിപാടി തുടങ്ങുന്ന 2 മണിക്കൂർ മുമ്പ് രാജീവ് ചന്ദ്രശേഖരൻ റെഡിയായിട്ട് വന്നിരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അത് സ്വയം പരിഹാസിയാകുകയാണ് ചെയ്തത്. പൊതുവെ നമ്മൾ കണ്ടതാണല്ലോ, എല്ലാവരും മാധ്യമങ്ങളെല്ലാം അത് മനസ്സിലാക്കിയതാണ്. ഇപ്പൊ ഈ സംസ്ഥാന സർക്കാർ ഈ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിനെ PMO ആണ് അതിനകത്ത് തിരികെ കയറ്റിയെന്നാണ് നമ്മൾ ഉന്നയിച്ചുകൊണ്ട്. തിരികെ കയറ്റുന്നില്ല, അവരുടെ ലിസ്റ്റിൽ തന്നെയുള്ളതാണ്. അതിന് തിരികെ കയറ്റുന്നത് പക്ഷെ സംസ്ഥാനം കൊടുത്തതാണെന്ന് മന്ത്രി വാസവൻ വാർത്താ സമ്മേളനത്തിൽ പറയുന്നതായിട്ടുള്ള വീഡിയോകൾ കോൺഗ്രസ് അല്ല, അത് പ്രസിദ്ധീകരിച്ചോട്ടെ. അത് കോൺഗ്രസുകാർക്ക് വേണ്ടി പ്രസിദ്ധീകരിക്കും. ഞങ്ങൾക്കതിൽ യാതൊരു തർക്കമില്ല, ഔദ്യോഗികമായിട്ടും തർക്കമില്ല. തർക്കമില്ലാതെ എന്താ PMO എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, പ്രൈം മിനിസ്റ്റർ ഓഫീസ് നൽകുന്നതാണ് ലിസ്റ്റ്. ആ ലിസ്റ്റ് അനുസരിച്ച് മാത്രമേ അവിടെ ആളുകൾക്ക് പ്രവേശനമുള്ളൂ, ഇരിക്കാനും പറ്റുള്ളൂ. അതിന്റെ ഭാഗമായിട്ടാണ് അവിടെ രാജീവ് ചന്ദ്രശേഖരൻ വന്നത്. ഞാൻ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ? മന്ത്രി അങ്ങനെ ഒരു മറക്കും. മന്ത്രി എന്താണോ പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല, ശ്രദ്ധിച്ചിട്ടില്ല. ഇവിടെ മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിരുന്നു ഇതാണ് കാര്യം. പിന്നെ മന്ത്രിന്റെ പേര് പറഞ്ഞ് നടക്കേണ്ട കാര്യമില്ല. മന്ത്രി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മന്ത്രി പറഞ്ഞത് എങ്ങനെയാണ് എന്നുള്ളത് ചോദിക്കാം പോരെ? അത് ശരിയല്ല എന്നർത്ഥം. വലിയ തർക്കമാണ്. അതെ, ഞങ്ങൾക്കതിനകത്ത് ഇടപെടേണ്ട കാര്യമില്ല. കോൺഗ്രസിൽ വലിയ തർക്കമാണ്, വലിയ പൊട്ടിത്തെറികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, നടക്കാൻ പോകുന്നതും. ഇനിയിപ്പോൾ സുധാകരനെ മാറ്റിയാലും സുധാകരനെ മാറ്റിയില്ലെങ്കിലും ഒക്കെ തർക്കമായി. അത് അടുത്ത 2026 കഴിഞ്ഞാലും അവസാനിക്കൂല. ഞങ്ങൾക്ക് കോൺഗ്രസ് അല്ലേ, കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആര് മാറിയാലും മാറിയില്ലെങ്കിൽ ഞങ്ങൾക്ക് എന്താ? ഞങ്ങൾ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരാന്ന് നോക്കിയിട്ട് നിലപാട് സ്വീകരിക്കുന്നവരൊന്നുമല്ല. കോൺഗ്രസിന്റെ പ്രസിഡന്റിന്റെ പ്രശ്നമല്ല ഇവിടെ, അവിടെ നിലപാടും നയവുമാണ് പ്രശ്നം. കോൺഗ്രസ് ഈ കാലം അത്രയും ചെയ്തിട്ടുള്ളത് ഇന്ത്യയിലെ ഏറ്റവും വലിയ മുതലാളിമാരായിട്ട് ടാറ്റയെയും ബിർളയെയും അദാനിയെയും അംബാനിയെയും ഒക്കെ വളർത്തിയെടുക്കുക എന്നുള്ള, ഭൂപ്രഭുക്കന്മാരെ നിലനിർത്തുക എന്നുള്ള സാമ്രാജ്യത്വ സാമ്പത്തിക ശക്തികൾക്ക് പൂർണ്ണമായിട്ട് അടിയറ പറയുന്ന നിലപാട് സ്വീകരിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. അത് തന്നെയാണ് ബി ജെ പി. ഒരു വ്യത്യാസമില്ല, അന്നുമില്ല ഇന്നുമില്ല, ഒരേ വർഗ നിലപാടാണ്. പൊട്ടിത്തെറിയാവും നല്ല രീതിയിൽ.
അത് ശക്തിയായിട്ടാണല്ലോ ഇപ്പോൾ ഉള്ളത്. അതാണല്ലോ ഇപ്പോഴത്തെ ഒരു നില. വളരെ ശക്തിപ്പെട്ട നിലയാണുള്ളത്. കാരണം രണ്ട് ഗ്രൂപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും. അദ്ദേഹം തന്നെ പറഞ്ഞില്ല, എന്നെ മൂലക്കിരുത്താൻ ശ്രമിക്കുക. ഞാനിന്ന് പറയേണ്ട വെച്ചാൽ എന്നെ മൂലക്കിരുത്താൻ ശ്രമിക്കുകയാണ് പാർട്ടിക്കകത്ത് തന്നെയുള്ള ഒരു ഗ്രൂപ്പും നേതാവും. അത്രയും പറഞ്ഞ സ്ഥിതിയിൽ ആരാണ് എന്ന് നിങ്ങൾക്കെല്ലാം വ്യക്തമല്ലേ? എൻ്റെ ഒന്നും ഞാൻ പറയുന്നില്ല. യഥാർത്ഥത്തിൽ സുധാകരനെ മാറ്റാൻ ഔദ്യോഗികമായിട്ട് അവർ തീരുമാനിച്ചു എന്നൊരു ഭാഗം, മാറ്റാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് സുധാകരൻ, മാറ്റാൻ പാടില്ല എന്ന് മുരളി പറഞ്ഞത് വളരെ കൗതുകത്തോടുമില്ലേ നമ്മളെല്ലാം കണ്ടത്, നിങ്ങളെല്ലാം കണ്ടില്ലേ? എന്താ പത്രത്തിൽ ഫോട്ടോ കണ്ടാലെങ്കിലും മനസ്സിലാകുന്ന ആളാവണം കോൺഗ്രസിന്റെ പ്രസിഡന്റ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം വിമർശനം മനസ്സിലായില്ലേ? അവർ പറയുന്ന ഒന്നാമത്തെ മെമ്പർകാരനെ പറ്റി പറഞ്ഞാൽ തരൂര് ഒപ്പം ചേർന്നിട്ടുണ്ട്, ഇവരെല്ലാം ഒപ്പം ചേർന്നിട്ടുണ്ട്, രമേശ് ചെന്നിത്തല ഒക്കെ ഒപ്പം തന്നെയുണ്ട്. അപ്പോൾ വളരെ ശക്തമത്തായ ഒരു തർക്കം കോൺഗ്രസിൻ്റെ അകത്ത് രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. ആര് അപ്പൊ അത്രയേ ഉണ്ടായിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കിയാൽ മതി. ഉള്ളതല്ലേ ആവുള്ളൂ, അങ്ങനെയല്ലേ? ഉള്ളതല്ലേ ആകാൻ പറ്റുള്ളൂ. അങ്ങനെയായിട്ടുണ്ടാവാൻ മനസ്സിലാക്കിയാൽ നിങ്ങൾ